ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന്റെ ഭൗതികശാസ്ത്രം ചോദ്യപേപ്പറിന്റെ ആൻസർ കീ ഒന്ന് പരിശോധിച്ചാലോ? സെക്ഷൻ എ. ചോദ്യം 1. പവർ പോസിറ്റീവായ ലെൻസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കോൺവെക്സ് ലെൻസ്. ചോദ്യം 2. പ്രസ്താവന: ഒരു പ്രിസത്തിലൂടെ കടന്നുപോകുന്ന ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നു. കാരണം പ്രകാശത്തിന്റെ വിവിധ വർണ്ണങ്ങൾക്ക് തരംഗദൈർഘ്യത്തിനനുസരിച്ചുണ്ടാകുന്ന ദിശാവ്യതിയാനം വ്യത്യസ്തമാണ്. ഉത്തരം ഓപ്ഷൻ എ. പ്രസ്താവനയും കാരണവും ശരിയാണ്, കൂടാതെ കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണവുമാണ്. ചോദ്യം 3. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡിന്റെ എ എന്ന അഗ്രത്തും ബി എന്ന അഗ്രത്തും രൂപപ്പെടുന്ന കാന്തിക ധ്രുവങ്ങളെക്കുറിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. 1. എയിലും ബിയിലും നോർത്ത് പോൾ രൂപപ്പെടുന്നു. 2. വൈദ്യുത പ്രവാഹം വിപരീത ദിശയിലാകുമ്പോൾ കാന്തിക ധ്രുവത വ്യത്യാസപ്പെടുന്നു. 3. എയിൽ നോർത്ത് പോളും ബിയിൽ സൗത്ത് പോളും രൂപപ്പെടുന്നു. 4. എയിൽ സൗത്ത് പോളും ബിയിൽ നോർത്ത് പോളും രൂപപ്പെടുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായതേത്? ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 4. ചേരുംപടി ചേർത്ത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായത് തെരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി. സെക്ഷൻ ബി. ചോദ്യം 5. ഒരു അനുപ്രസ്ഥ തരംഗത്തിലെ സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം 4 മീറ്ററാണ്. മാധ്യമത്തിലെ ഒരു കണിക 10 കമ്പനങ്ങൾക്ക് 5 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ ഈ തരംഗത്തിന്റെ വേഗം എത്രയാണ്? ഉത്തരം. ചോദ്യം 6. വലിച്ചുകെട്ടിയ ഒരു കമ്പിയുടെ അടുത്ത് വെച്ച് ഒരു ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിക്കുന്നു. കമ്പി ട്യൂണിംഗ് ഫോർക്കിന്റെ അതേ ആവൃത്തിയിൽ കമ്പനം ചെയ്യാൻ തുടങ്ങുന്നു. കാരണമെന്താണ്? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഉത്തരം പ്രതിഭാസം അനുരണനമാണ്. സ്ട്രിങ്ങിന്റെ സ്വാഭാവിക ആവൃത്തി ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിയുമായി പൊരുത്തപ്പെടുന്നതിനാൽ അത് പരമാവധി ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ചോദ്യം 7a. ഒരു കൊളോയിഡൽ ലായനിയിലൂടെ പ്രകാശരശ്മി കടന്നുപോകുമ്പോൾ പ്രകാശത്തിന്റെ പാത ദൃശ്യമാകുന്നു. ഇതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഈ പ്രതിഭാസം ദൈനംദിന ജീവിതത്തിൽ അനുഭവപ്പെടുന്ന മറ്റൊരു സന്ദർഭം എഴുതുക. ഉത്തരം പ്രതിഭാസം ടിൻഡൽ പ്രഭാവം. മറ്റൊരു സന്ദർഭം പൊടിപടലങ്ങളുള്ള ഇരുണ്ട മുറിയിലേക്ക് ഒരു സുഷിരത്തിലൂടെ വെളിച്ചം വരുമ്പോൾ പ്രകാശത്തിന്റെ പാത തെളിഞ്ഞു കാണുന്നത്. ചോദ്യം 7b. ഉദയാസ്തമയ സമയങ്ങളിലും ഉച്ചയ്ക്കും ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരാൾ സൂര്യനെ വീക്ഷിക്കുന്നതിന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഏതെല്ലാം നിറങ്ങളിലായിരിക്കും അയാൾ സൂര്യനെ കാണുന്നത്? ഉത്തരത്തിൽ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. ഉത്തരം സൂര്യനെ കാണുന്ന നിറങ്ങൾ: ഉദയാസ്തമയങ്ങളിൽ ചുവപ്പ് നിറം, ഉച്ചയ്ക്ക് വെളുത്ത നിറം. വിശദീകരണം: ഇതിന് കാരണം പ്രകാശത്തിന്റെ വിസരണം അഥവാ സ്കാറ്ററിംഗ് ആണ്. ഉദയാസ്തമയങ്ങളിൽ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കണം. തരംഗദൈർഘ്യം കുറഞ്ഞ നീലനിറം കൂടുതൽ വിസരണം ചെയ്യപ്പെട്ട് വഴിയിൽ വെച്ച് നഷ്ടപ്പെടുന്നു. തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് നിറം കുറഞ്ഞ വിസരണം മാത്രം സംഭവിക്കുന്നതിനാൽ നമ്മുടെ കണ്ണുകളിൽ എത്തുന്നു. ഉച്ചയ്ക്ക് പ്രകാശം കുറഞ്ഞ ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതി. വിസരണം വളരെ കുറവായതിനാൽ എല്ലാ നിറങ്ങളും ഒരുമിച്ചെത്തുന്നു. അതിനാൽ സൂര്യൻ വെളുപ്പായി കാണപ്പെടുന്നു. ചോദ്യം 8. ഒരു കാർഡ്ബോർഡിന്റെ മധ്യഭാഗത്തുകൂടി ലംബമായി ഉറപ്പിച്ചിരിക്കുന്ന ചാലക കമ്പിയാണ് എബി. എ. സർക്യൂട്ടിലെ പി എന്ന ഭാഗത്ത് സെല്ലിന്റെ ഏത് ടെർമിനൽ ഘടിപ്പിക്കുമ്പോഴാണ് എബി എന്ന ചാലകത്തിന് ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലം അപ്രദക്ഷിണ ദിശയിലാകുന്നത്? ബി. ഈ നിഗമനത്തിൽ എത്തിച്ചേരാൻ സഹായിച്ച നിയമം പ്രസ്താവിക്കുക. ഉത്തരം എ. സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ പിയുമായി ബന്ധിപ്പിക്കണം. ബി. ഈ നിഗമനത്തിലെത്താൻ സഹായിക്കുന്ന നിയമം വലതുകൈ തള്ളവിരൽ നിയമമാണ്. തള്ളവിരൽ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയിലേക്ക് ചൂണ്ടുന്ന വിധത്തിൽ വൈദ്യുത ചാലകത്തെ പിടിക്കാൻ വലതുകൈ ഉപയോഗിക്കുകയാണെങ്കിൽ ചാലകത്തിൽ ചുറ്റിയിരിക്കുന്ന വിരലുകൾ കാന്തികക്ഷേത്ര രേഖകളുടെ ദിശയെ സൂചിപ്പിക്കുന്നു എന്ന് നിയമം പറയുന്നു. ചോദ്യം 9. ചുവടെ നൽകിയിരിക്കുന്ന സർക്യൂട്ടുകളിലൂടെ
5 മിനിറ്റ് സമയം വൈദ്യുതി പ്രവഹിച്ചപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ടിൽ 900 ജൂൾ താപോർജ്ജവും രണ്ടാമത്തെ സർക്യൂട്ടിൽ 3600 ജൂൾ താപോർജ്ജവും ഉണ്ടായി. വൈദ്യുതി പ്രവഹിച്ച സമയവും നൽകിയ വോൾട്ടേജും ഒരുപോലെയായിരുന്നിട്ടും രണ്ടാമത്തെ സർക്യൂട്ടിൽ കൂടുതൽ താപോർജ്ജമുണ്ടാകാൻ കാരണമെന്താണ്? വിശദീകരിക്കുക. ഉത്തരം: പ്രധാന കാരണം ജൂൾ നിയമപ്രകാരം വോൾട്ടേജും സമയവും ഒരുപോലെയായാൽ താപോർജ്ജം പ്രതിരോധത്തിന് വിപരീതാനുപാതത്തിലാണ്. H=1/R. അതായത് പ്രതിരോധം കുറയുമ്പോൾ താപോർജ്ജം കൂടുന്നു. വിശദീകരണം: സർക്യൂട്ട് 1ലെ പ്രതിരോധം 48 ഓവിയം കൂടുതലാണ്. അതിനാൽ അവിടെ താപം കുറവായിരിക്കും. സർക്യൂട്ട് 2ലെ പ്രതിരോധം 24 ഓവിയം കുറവാണ്. പ്രതിരോധം കുറയുമ്പോൾ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ അളവ് കൂടുന്നു. കറന്റ് കൂടുന്നതുകൊണ്ടാണ് രണ്ടാമത്തെ സർക്യൂട്ടിൽ കൂടുതൽ താപോർജ്ജം 3600 ജൂൾ ഉണ്ടായത്. ചോദ്യം 10. ഒരു നഗരം ഒരു പുതിയ പൊതുഗതാഗത സംവിധാനം നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നു. കാർബൺ പാദമുദ്ര കുറയ്ക്കുന്ന തരത്തിൽ എന്തെല്ലാം നടപടികളാണ് നിങ്ങൾ സ്വീകരിക്കുക? വിശദമാക്കുക. ഉത്തരം ഞാൻ കാണിക്കാം. ചോദ്യം 11A. ഒരു കാന്തം കോയിലിനുള്ളിലേക്ക് ചലിപ്പിക്കുമ്പോൾ അതിലൊരു പ്രേരിത EMF ഉണ്ടാകുന്നു. എ. കാന്തത്തിന്റെ ചലനവേഗം വർദ്ധിപ്പിച്ചാൽ പ്രേരിത EMFന് എന്ത് സംഭവിക്കും? ഉത്തരം സാധൂകരിക്കുക. ബി. കാന്തവും കോയിലും ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ ഒരുമിച്ച് ചലിപ്പിക്കുകയാണെങ്കിൽ പ്രേരിത EMF എത്രയായിരിക്കും? ഉത്തരം എ. കാന്തത്തിന്റെ ചലനവേഗം വർദ്ധിപ്പിച്ചാൽ പ്രേരിത EMF വർദ്ധിക്കും. കാന്തത്തിന്റെ ചലനവേഗം വർദ്ധിപ്പിക്കുമ്പോൾ കാന്തിക ഫ്ലക്സിലുണ്ടാകുന്ന മാറ്റത്തിന്റെ നിരക്ക് വർദ്ധിക്കുന്നു. ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നിയമമനുസരിച്ച് പ്രേരിത EMF കാന്തിക ഫ്ലക്സ് മാറ്റത്തിന്റെ നിരക്കിന് ആനുപാതികമാണ്. ബി. പ്രേരിത EMF 0 കാന്തവും കോയിലും ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ ചലിക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ആപേക്ഷിക ചലനം 0 അതിനാൽ കാന്തിക ഫ്ലക്സിൽ മാറ്റമുണ്ടാകുന്നില്ല. ചോദ്യം 11B. മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലത്തിൽ ഒരു സോളിനോയിഡ് വെച്ചിരിക്കുന്നു. എ. ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ബി. ഈ പ്രതിഭാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം എ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം. ബി. കാന്തിക ഫ്ലക്സ് മാറ്റത്തിന്റെ നിരക്ക്. കോയിലിലെ ചുറ്റുകളുടെ എണ്ണം. ചോദ്യം 12A. ഒരു കോൺകേവ് ലെൻസിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചിരിക്കുന്നു. അതിന്റെ പ്രതിബിംബം ലെൻസിൽ നിന്ന് 10 സെന്റിമീറ്റർ അകലെയാണ് രൂപപ്പെടുന്നത്. ലെൻസിന്റെ ഫോക്കസ് ദൂരം കണ്ടെത്തുക. കാർട്ടീഷ്യൻ ചിഹ്നരീതി ഉപയോഗിക്കുക. ചോദ്യം 12B. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 15 സെന്റിമീറ്റർ ആണ്. ലെൻസിൽ നിന്ന് 25 സെന്റിമീറ്റർ അകലെയായി ഒരു വസ്തു വെച്ചിരിക്കുന്നു. അതിന്റെ പ്രതിബിംബം ലെൻസിൽ നിന്ന് 10 സെന്റിമീറ്റർ അകലെയാണ് രൂപപ്പെടുന്നത്. ആവർധനം കണ്ടെത്തുക. കാർട്ടീഷ്യൻ ചിഹ്നരീതി ഉപയോഗിക്കുക. ചോദ്യം 13. ഒരാളുടെ കണ്ണിനു മുന്നിൽ നിയർ പോയിന്റിൽ N ഒരു വസ്തു വെച്ചപ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബ രൂപീകരണമാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എ. ഏതുതരം നേത്രവൈകല്യമാണിത്? വിശദീകരിക്കുക. ബി. ഈ വൈകല്യം പരിഹരിക്കുന്നത് എങ്ങനെയാണ്? വിശദീകരിക്കുക. സി. ഈ വ്യക്തിയുടെ നിയർ പോയിന്റ് നേത്രവൈകല്യം ഇല്ലാത്ത ആളുടേതുമായി താരതമ്യം ചെയ്യുക. ഉത്തരം എ. ദീർഘദൃഷ്ടി, ഹൈപ്പർമെട്രോപ്പിയ. ഈ വൈകല്യത്തിൽ അടുത്തുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിൽ രൂപപ്പെടുന്നു. ബി. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ വൈകല്യം പരിഹരിക്കാം. സി. ഈ വ്യക്തിയുടെ നിയർ പോയിന്റ് സാധാരണ കാഴ്ചശക്തിയുള്ള ആളുടെ 25 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. ചോദ്യം 14. MRI സ്കാനിങ്ങിന് വിധേയമാകുന്ന രോഗികളോട് അവർ അണിഞ്ഞിരിക്കുന്ന ലോഹം കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളെല്ലാം മാറ്റിവെക്കാൻ ആവശ്യപ്പെടാറുണ്ടല്ലോ. എ. എന്തായിരിക്കാം ഇതിന് കാരണം? വിശദമാക്കുക. ബി. കാന്തിക ഫ്ലക്സ് സ്കാനറിന്റെ പുറത്തേക്ക് വരാതിരിക്കാൻ സ്വീകരിക്കാവുന്ന മാർഗം എന്താണ്? ഉത്തരം എ. MRI സ്കാനറിലെ ശക്തമായ കാന്തിക മണ്ഡലം ലോഹവസ്തുക്കളെ ശക്തമായി ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഇത് രോഗിക്ക് പരിക്കേൽക്കാനും ഉപകരണത്തിന് കേടുപാടുകൾ സംഭവിക്കാനും കാരണമാകും. ബി. ഉയർന്ന കാന്തിക പ്രവേശനക്ഷമതയുള്ള വസ്തുക്കൾ, ഉദാഹരണത്തിന് മ്യൂമെറ്റൽ,
ഉപയോഗിച്ച് കാന്തിക ഷീൽഡിംഗ് നൽകുക. ചോദ്യം 15. ഒരു വീട്ടിൽ 60 വാട്ട് പവറുള്ള 5 ഇലക്ട്രിക് ബൾബുകൾ, 80 വാട്ട് പവറുള്ള 2 ഫാനുകൾ, 200 വാട്ട് പവറുള്ള ഒരു റെഫ്രിജറേറ്റർ എന്നിവയുണ്ട്. ഈ ഉപകരണങ്ങളെല്ലാം ദിവസേന 8 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആകെ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം എത്രയെന്ന് കണക്കാക്കുക. വൈദ്യുതോർജ്ജത്തിന്റെ നിരക്ക് ഒരു യൂണിറ്റിന് 5 രൂപയാണെങ്കിൽ ഒരു മാസം 30 ദിവസം ഉപയോഗിച്ച വൈദ്യുതോർജ്ജത്തിന്റെ വില കണക്കാക്കുക. ഉത്തരം. ചോദ്യം 16. ഒരു താപനോപകരണത്തിൽ 400 വാട്ട് 240 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് പ്രവർത്തിക്കുമ്പോൾ 100 വാട്ട് പവർ മാത്രമേ ലഭിക്കുന്നുള്ളൂവെങ്കിൽ എത്ര വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കണക്കാക്കുക. ഉത്തരം. ചോദ്യം 17A. ഒരു ജനറേറ്ററിന്റെ ചിത്രം നൽകിയിരിക്കുന്നു. എ. ഇതേതുതരം ജനറേറ്ററാണ്? ഈ നിഗമനത്തിലെത്തിച്ചേർന്നതെങ്ങനെ? ബി. ആർമച്ചറിൽ പ്രേരണ ചെയ്യപ്പെടുന്ന EMF ബാഹ്യ സർക്യൂട്ടിലേക്ക് എത്തിക്കുന്ന സംവിധാനം ഏതാണ്? സി. ജനറേറ്ററിന്റെ ആർമച്ചർ നിശ്ചലമാക്കി ഫീൽഡ് കാന്തം കറക്കിയാൽ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏതുതരമായിരിക്കും? എന്തുകൊണ്ട്? ഉത്തരം. ഉത്തരം ഞാൻ കാണിക്കുന്നു. 17B. നമ്മുടെ രാജ്യത്ത് വിവിധ ഊർജ്ജ സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി പവർ സ്റ്റേഷനുകളുണ്ട്. എ. പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? ബി. ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എഴുതുക. സി. ഒരു തെർമൽ പവർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. കുട്ടികളെ, ഉത്തരം ഞാൻ കാണിക്കാം. ചോദ്യം 18. എ. ചിത്രത്തിലൊരു റിംഗ് മാഗ്നറ്റിനു മുകളിലെ അക്രിലിക് ഷീറ്റിൽ സമാന്തരമായി വച്ചിരിക്കുന്ന ചെമ്പുകമ്പികളുടെ കുറുകെ AB എന്ന ചാലകം ക്രമീകരിച്ചിരിക്കുന്നു. ഒരു ബെൽ സ്വിച്ചിലൂടെ 12 വോൾട്ട് ബാറ്ററി സമാന്തരമായി വച്ചിരിക്കുന്ന ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. എ. എക്സിന്റെ സ്ഥാനത്ത് ഏത് കാന്തിക ധ്രുവം വരുമ്പോഴാണ് AB എന്ന ചാലകം Pയിലേക്ക് ചലിക്കുന്നത്? ബി. ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായകമായ നിയമമേതാണ്? കണ്ടെത്തിയ നിയമം പ്രസ്താവിക്കുക. സി. കാന്തത്തിന്റെ ധ്രുവത മാറ്റിയാലും ചാലകം ആദ്യ ദിശയിലേക്ക് തന്നെ ചലിക്കുന്നതിന് എന്തു മാറ്റമാണ് വരുത്തേണ്ടത്? ഉത്തരം ഞാൻ കാണിക്കാം. ചോദ്യം 18. ബി. ഒരു വൈദ്യുത മോട്ടോറിന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. എക്സ്, വൈ എന്നത് കാന്തിക ധ്രുവങ്ങളെ സൂചിപ്പിക്കുന്നു. എ. ആർമച്ചറിന്റെ AB എന്ന വശം മുകളിലേക്ക് ചലിക്കുകയാണെങ്കിൽ എക്സ് സൂചിപ്പിക്കുന്നത് ഏത് കാന്തിക ധ്രുവമാണ്? ബി. കാന്തിക മണ്ഡലത്തിന്റെ ദിശ, കറന്റിന്റെ ദിശ, AB എന്ന വശത്ത് അനുഭവപ്പെടുന്ന ബലത്തിന്റെ ദിശ എന്നിവ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന രേഖാചിത്രം വരയ്ക്കുക. സി. കാന്തിക മണ്ഡലത്തിന്റെ ദിശയ്ക്കു മാറ്റമില്ലാതെ ആർമച്ചറിനെ വിപരീത ദിശയിൽ കറക്കുന്നതിന് സർക്കിറ്റിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഡി. ഈ ഉപകരണത്തിൽ നടക്കുന്ന ദ്വിജമാറ്റം എന്താണ്? കുട്ടികളെ, ഉത്തരം ഞാൻ കാണിക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തു വെക്കാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തണം. നന്ദി.